ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. ഒരു ലക്ഷദ്വീപ് യാത്രയുടെ വീഡിയോ ആണ്. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കവരത്തി എന്ന് പറയുന്ന ഷിപ്പിലായിരുന്നു ലക്ഷദ്വീപിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ 9:30 ആയപ്പോൾ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഷിപ്പിൽ. അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഷിപ്പിൽ കയറി. വൈകുന്നേരമാണ് പക്ഷേ ഷിപ്പ് മൂവ് ആയത് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഷിപ്പിൽ നിന്ന് തന്നെയായിരുന്നു കഴിച്ചത്. ഇതിനിടയിൽ ഞാനൊരു 5 ടവർക്കൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേനും ഹസ്ബൻഡ് എന്നെ വിളിച്ചു, ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഷിപ്പ് മൂവായി തുടങ്ങിയിട്ടുണ്ട്, അത് കാണാം, പിന്നെ നമുക്ക് മുകളിലേക്ക് പോകാൻ നല്ല വ്യൂ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പുള്ളി അവിടെ സംസാരിച്ച് കുറേ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെ മുകളിലേക്ക് പോയി. ഞാനാകെ അതിനകത്ത് കിടന്ന് ഉറങ്ങി, എൻ്റെ മുഖമെല്ലാം കൂടെ വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ദ്വീപിലേക്ക് പോകുന്നവരായിരുന്നു. പിന്നെ ഞങ്ങളെപ്പോലെ അവിടെ വിസിറ്റ് ചെയ്യാൻ പോയവരും ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേരെ ഞങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ രാവിലെ മോർണിംഗൊക്കെ ഞങ്ങൾ മുകളിൽ തന്നെ പോയിരുന്നു, സൂര്യോദയമൊക്കെ കണ്ടു. പിന്നെ അതുപോണക്ക് തന്നെ അസ്തമയവും അവിടെ കണ്ടിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അവിടെ തന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഷിപ്പിലെ ഫുഡൊക്കെ ഈവനിങ് ചായയും ഒക്കെ ഉണ്ടായിരുന്നു, സ്നാക്സും. പിന്നെ 3-ാം ദിവസം രാവിലെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ദ്വീപെത്തിയപ്പോൾ. അപ്പോൾ അവിടുത്തെ ദ്വീപിലേക്ക് പോകാനുള്ള ആൾക്കാരൊക്കെ പോയി. പിന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ ബോട്ട് എപ്പോഴാണ് എത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളുടെ ബോട്ട് എത്തി, ഞങ്ങൾ ബോട്ടിനുള്ളിൽ കയറിയിട്ടോ. പിന്നെ ഞങ്ങളുടെ ദ്വീപിലേക്ക് പോകുമായിരുന്നു, അടുത്ത് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഷിപ്പിന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളുടെ ദ്വീപ് അടുക്കാനായി. അപ്പം ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം 2 ദിവസം ഷിപ്പിനുള്ളിൽ നിന്നിട്ട് പോകുമ്പോൾ ഒരു സങ്കടം. പിന്നെ ഞങ്ങളുടെ ദ്വീപെത്തി. ഒരു നീല കളറായിരുന്നു. അടുത്തെത്തുമ്പോഴത്തേക്കിനും വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഒരു പച്ച കളറാവും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദൂരെ നിന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കി ഷിപ്പിന്. പിന്നെ ഞങ്ങൾ റൂമിലെത്തി, സാധനങ്ങളെല്ലാം വെച്ചു, കുളിച്ചൊന്ന് ഫ്രഷായി വന്നതിന് ശേഷം വീടും വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. നല്ല ആൾക്കാരായിരുന്നു. പിന്നെ ഇതാണ് ഓണറിൻ്റെ വീട്. മുകളിലൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. ഉപ്പാനും ഉമ്മാനും ഒക്കെ നല്ല സ്നേഹമാണ് കേട്ടോ, നല്ല ആൾക്കാരുമാണ്. പിന്നെ ഇതാണ് ഞങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകാനുള്ള വണ്ടി. ഇവിടെ നമുക്ക് ഹെൽമറ്റ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ പെട്രോൾ പമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നമുക്ക് എണ്ണയൊക്കെ തരും. പിന്നെ ഇവിടേക്കൊന്ന് ഞങ്ങൾ ചുറ്റുപാടുന്നൊന്ന് കണ്ടു കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി അവിടെ അഗത്തി ദ്വീപിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഇവർ രണ്ടുപേരും കൊച്ചിയിൽ എൻ്റെ ഡൈവിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്നെ ഡൈവ് ചെയ്യിപ്പിക്കാനും ഇവരുടെ ഡൈവിങ് സ്കൂളിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം കണ്ടൊക്കെ നിന്നു. കാരണം വേറെ ആൾക്കാരെ ഡൈവ് ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു അവിടെ വന്നവരെ. പിന്നെ ഞാൻ പിറ്റേന്നായിരുന്നു ഡൈവിങ്ങിന് പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് റീൽസൊക്കെ എടുക്കാൻ ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ആയപ്പോഴത്തേന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോയി. ഇവിടെ ഫുള്ള് തെങ്ങാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയി കണ്ട്. പിന്നെ ഇവിടെ വരെ എയർപോർട്ടാണ്. പിന്നെ തിരിച്ച് ഞങ്ങളൊന്ന് ഹയാക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി, ചായയൊക്കെ കുടിച്ചു. പിന്നെ രാത്രി അവരോടൊപ്പൊക്കെ ആയിരുന്നു സംസാരിച്ചു. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടോ. പിന്നെ ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ആമകളുടെ ഒരു ഷോ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ ആമകളെ കണ്ടു. പിന്നെ ഇതിനുള്ളിലൊക്കെ മീനുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾ നടക്കാനിറങ്ങി. പിന്നെ ഇവിടെ തേങ്ങ ഇടുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അങ്കമാലിക്കാരനായിരുന്നു. പിന്നെ ആ ചേട്ടനോട് വർത്തമാനമൊക്കെ പറഞ്ഞു, കരിക്കൊക്കെ കുടിച്ചു. ഞങ്ങളൊരു കടയിൽ കയറിയിട്ടോ ചായ കുടിക്കാനായിട്ട്. അങ്ങനെ കുറേ കടികളൊക്കെ കൊണ്ട് തന്നു. അവിടെ 2 മലയാളീസ് ഓപ്പോസിറ്റ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു 10 മണിയായപ്പോഴത്തേന് ഡൈവിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, അവരോടൊപ്പം എനിക്കും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു റൂൾസൊക്കെ പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ പേര് റഹീം എന്നാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഞങ്ങൾ ഡൈവിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു ഫാമിലിനെയാണ് ആദ്യം ഇറക്കിയത് ഡൈവിങ്ങിന്. ഞാൻ അവസാനമാണ്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനം ഞാൻ ഇറക്കിയപ്പോൾ എന്നെ കളിയാക്കി, ഒരു ഡൈവറിൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുറേ ഷോയൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ളിൽ. പുള്ളിക്കാരൻ ഓൾറെഡി
ഡൈവർ ആയതുകൊണ്ട് ആൾക്ക് പേടിയൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ദേ എങ്ങനെയൊക്കെയോ ഇറങ്ങി. പിന്നെ അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ മീനുകളെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് പിന്നെ ഞാൻ അതിൻ്റെ പുറകെ അതിനെ പിടിക്കാനൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. പിന്നെ നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ നടക്കാൻ പോയി. പിന്നെ എന്നെ ഡൈവ് ചെയ്ത ചേട്ടന്മാരുടെ കൂടെ ആണ് പുറത്തേക്ക് പോയത്. അവരെ വൈഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരോടൊക്കെ സംസാരിച്ച് നിന്ന് കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് കറങ്ങി. പിന്നെ അവരുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഒന്ന് എടുത്തു. പക്ഷെ അവൻ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേനും ഉപ്പാനും ഉമ്മാൻ്റെ അടുത്തൊക്കെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ നല്ല സ്നേഹമായിരുന്നു അവർക്ക്. അവരവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ രാവിലെ തന്നെ. പിന്നീട് ഞങ്ങൾ പുറത്തേക്ക് പോയി. പിന്നെ സെക്കൻഡ് ഡേയിൽ എനിക്ക് വീണ്ടും ഡൈവ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് തന്നെ പോയി. അപ്പോൾ വേറൊരു ഫാമിലീനെ ഡൈവ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ വേറൊരു ദ്വീപിലേക്കാണ് പോയത്. ആ ദ്വീപിലേക്ക് ബോട്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു, തലേന്നായിരുന്നു ബോട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. പിന്നെ സ്വന്തം റിസ്കിൽ റഹീം ഞങ്ങളെ ബംഗാരം ദ്വീപിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മഴക്കോളൊക്കെ കാരണം ഉപ്പാനും ഉമ്മാക്കും പേടിയായിരുന്നു, പോകണ്ടെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പോയി കേട്ടോ. പേടിക്കേണ്ട ഉമ്മ പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്നപ്പോൾ മഴയായത് കാരണം, മഴയല്ല ചെറിയ ക്ലൈമറ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റഹീമിൻ്റെ തന്നെ റിലേറ്റീവ്സ് അവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അവിടെ തന്നെ അവർ തന്നെ ഉണ്ടാക്കിയ ഫുഡൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവരോടൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഡൈവിങ്ങിന് ഇറങ്ങി. പിന്നെ റിസോർട്ടൊക്കെ ഒന്ന് കണ്ട്, പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഡൈവിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തലേന്ന് അത്രയും വിസിബിലിറ്റി ഇല്ലായിരുന്നു, കാരണം വെട്ടമൊക്കെ മങ്ങിയിട്ട് ആകെ ഒരു മഴക്കോളും ഇതൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ ദിവസം ഡൈവിങ്ങിന് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു എന്നെ ഡൈവിങ്ങിന് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റഹീമും ഫോട്ടോസൊക്കെ എടുത്ത് തന്നിരുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ പോയി, കാരണം മഴയുടെ ഒരു പ്രോബ്ലവും മഴക്കോളൊക്കെ കിടക്കുന്ന കാരണം ഞങ്ങൾ പിന്നെ പോയി. പിന്നെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിനുള്ളിൽ വേറൊരു ചെറിയ ദ്വീപ് പോലെ ഞങ്ങൾ കണ്ടിരുന്നു. ദ്വീപല്ല, ഒരു കടൽ തിട്ട ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവരുടെ മാറി മാറിയുള്ള പരിശ്രമത്തിനിടയിൽ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കൊമ്പനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനാണ് ആൾ. പിന്നെ ആളുടെ ഒരു ഷോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആൾ കിടന്ന് ഡാൻസ് കളിക്കണുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അത് എന്തോരം ഉണ്ട് എന്നൊക്കെ അളന്നൊക്കെ കൈ വെച്ചൊക്കെ അളന്ന് നോക്കിയിട്ടുണ്ടായി. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ദ്വീപിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെയാണെങ്കിൽ ഒരു വഴക്കോ പിണക്കോ ഒന്നും ഉണ്ടാവില്ല. ഒരു കല്യാണമാണെങ്കിൽ എല്ലാവരും ഉണ്ടാകും ഒപ്പം. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ ഉമ്മാനോട് കുറേ നേരം വർത്തമാനം പറഞ്ഞു. ഉമ്മാക്ക് ഭയങ്കര സങ്കടം ഞാൻ പോകുന്നത് കാരണം ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുമ്പം അവരാരും ഇങ്ങനെ മിണ്ടാനൊന്നുമില്ല. പിന്നെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പിന്നെ എയർപോർട്ടിലേക്ക് പോയി. പോകുന്ന വഴി ഡൈവിങ് സ്കൂളിൽ കയറി അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞു കേട്ടോ. പിന്നെ എയർപോർട്ടിൽ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഉപ്പ പുറകെ വന്നോളാം, നിങ്ങൾ നേരെ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ കുറേ നേരം പോസ്റ്റായി. പിന്നെ എങ്ങനെയോ ടിക്കറ്റ് സംഘടിപ്പിച്ച് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഷിപ്പിന് പോകണമെങ്കിൽ 2-3 ദിവസം എടുക്കും. ആദ്യം ഒന്ന് പേടിച്ച് ഇനി ഷിപ്പിന് തന്നെ പോകേണ്ടി വരുമോ, ഫ്ലൈറ്റ് കിട്ടൂലേ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അവസാനം ഞങ്ങൾക്ക് ഫ്ലൈറ്റിന് കിട്ടി. പിന്നെ അഗതിദ്വീപിന് ബൈ പറഞ്ഞ് കൊച്ചിയിലേക്ക് പോയി. ഇതിലൊരുപാട് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ലെങ്തി ആയി പോകുമല്ലോ. പിന്നെ ഷിപ്പിലെ ഫുഡ്, അകത്തിലെ ഫുഡ്, ഇതിൻ്റെയൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ബൈ.